ഹരിദാസ് സർ നമസ്കാരം. വെൽക്കം ടു ABC മലയാളം. ഓക്കെ, അപ്പം Thank എന്തായാലും you. ഹരിദാസ് സാർ ഇനി മുതൽ ABC മലയാളത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ ഒരുപാട് വിഷയങ്ങളിൽ ചർച്ച ചെയ്യാനുണ്ടാവും. സാറിൻ്റെതായിട്ടുള്ള നിലപാടുകളും സാറിൻ്റെതായിട്ടുള്ള ചില വിഷയങ്ങളിലുള്ള എക്സ്പ്ലനേഷൻസും ഒക്കെ ഇനി നമുക്ക് ABC മലയാളത്തിലൂടെ അറിയാൻ സാധിക്കും. ആൻഡ് ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹരിദാസ് സാറിന് തന്നെ അറിയാം, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ പാക് യുദ്ധം സംഭവിക്കുമോ, അല്ലെങ്കിൽ അതിന്റെ ഒരു സാധ്യത, ഇന്ത്യ എത്രത്തോളം സജ്ജമാണ് എന്നൊക്കെ. പക്ഷേ ഈ വിഷയം സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു ആഭ്യന്തര ചർച്ചകളിൽ വരുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് പറയുന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾ. സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് കോൺഗ്രസിൽ ചില നേതാക്കൾ ആരോപിക്കുമ്പോൾ, ഇല്ല, അങ്ങനെയൊന്നില്ല, ഇന്ത്യക്കൊപ്പം നിൽക്കേണ്ട സമയമാണിതെന്ന് വളരെ പക്വമായ ചില തീരുമാനങ്ങൾ മറ്റു ചില കോൺഗ്രസ് നേതാക്കൾ എടുക്കുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ എടുക്കുന്ന ഇന്ത്യക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിലപാട് സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ അതൊരു രാജ്യദ്രോഹം കൂടിയല്ലേ? ഒരു രാജ്യം ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളേണ്ടതുണ്ട്. അതാണ് നമ്മുടെ സംസ്കാരം. മുൻകാലങ്ങളിൽ ഇന്ത്യയെ ചൈന ആക്രമിച്ച സമയത്ത്, പാകിസ്ഥാൻ ആക്രമിച്ച സമയത്ത്, മുംബൈയിൽ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത്, ബംഗ്ലാദേശ് യുദ്ധത്തിന്റെ സമയത്ത് ഒക്കെ അന്നത്തെ പ്രതിപക്ഷം സർക്കാരിനൊപ്പം നിന്നിരുന്നു. അതൊരു ദേശീയ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. ഈ രാഷ്ട്രത്തിനൊപ്പം ജനങ്ങൾ ഒന്നിച്ചണിനിരക്കുക, അതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊരു വലിയ പങ്കുമുണ്ട്. ദൗർഭാഗ്യവശാല് പഹൽഗാമിന് ശേഷം ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് 2 ദിവസത്തിനകം പ്രതിപക്ഷത്തെ ചിലര് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് കേരളത്തിൽ. ഡൽഹിയില് കേന്ദ്ര പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒക്കെ പ്രതിപക്ഷ കക്ഷികളുടെ മുതിർന്ന നേതാക്കന്മാരെ വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അവരെ ബ്രീഫ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിനുശേഷമാണ് 2 ദിവസത്തിനകം സെക്യൂരിറ്റി ലാബ്സ് എന്നുള്ള വാദവും ഉന്നയിച്ച് രാജ്യത്തെ ആക്രമിക്കാൻ. അതിനർത്ഥം ഒരർത്ഥത്തില് നമ്മുടെ ശത്രു രാജ്യത്തെ സഹായിക്കുന്ന നിലപാട് ഇന്ത്യയിലെ ചില പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാര് സ്വീകരിക്കുകയുണ്ടായി. ഇവിടെ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം എന്ന കാര്യത്തിൽ ഒരാൾക്ക് തർക്കമില്ല. സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഒരു സംവിധാനം ഈ രാജ്യത്തുണ്ട്. നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്കുണ്ട്, പട്ടാളത്തിനുണ്ട്, ഗവൺമെന്റിനുണ്ട്. ഈ കേസ് അന്വേഷിക്കുന്നത് NIA ആണ്. അവർക്കും ഉണ്ട് അതിന്റെ സംവിധാനം. അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയും അത് പുറത്തു വരേണ്ടതുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മുമ്പ് കാർഗിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു. കാർഗിലിന് ശേഷം വാജ്പേയി ഗവൺമെന്റ് അന്നത്തെ മുൻ കാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതിയെ നിശ്ചയിച്ചു. അവര് വിശദാംശങ്ങളുമായിട്ട് രംഗത്ത് വന്നത് നമ്മുടെ മുമ്പിലുണ്ട്. എക്സ്പെർട്ട് കമ്മിറ്റിയുടെ വിവരങ്ങള് എന്തെല്ലാം പറഞ്ഞാലും കേന്ദ്ര സർക്കാർ പിന്നീട് രാജ്യത്ത് നടപ്പിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒന്നും വിട്ടുവീഴ്ചയ്ക്ക് ഒരു ഗവൺമെന്റും തയ്യാറാവില്ല, പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഗവൺമെന്റ്. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെയൊക്കെ മുമ്പിൽ വന്ന മറ്റൊരു പ്രസ്താവന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടേതാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? പാകിസ്ഥാനെതിരായിട്ട് ശക്തമായ നടപടിക്ക് ഇന്ത്യ പോയിക്കൂടാ. നമ്മുടെ നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ മതമേതെന്ന് അന്വേഷിച്ച് വെടിവെച്ച് കൊന്ന പ്രാകൃതമായ ഭീകരമായ നടപടിയോട് പ്രതികരിക്കണ്ട എന്ന് പറയാൻ അത് ആരുടെ താല്പര്യപ്രകാരമാണ് കോൺഗ്രസിന്റെ നേതാവ് സംസാരിക്കുന്നത്? ആ സിദ്ധരാമയ്യയുടെ പ്രസ്താവനയെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇതുവരെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? വേറൊന്ന് സൈഫുദ്ദീൻ സോസ്, ജമ്മു കാശ്മീരിൽ നിന്നുള്ള പഴയ കോൺഗ്രസ് നേതാവാണ്. മുമ്പ് കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം എടുത്തൊരു നിലപാടുണ്ട്.
അദ്ദേഹം പറയുന്നത് സിന്ധു നദീജലം പാകിസ്ഥാന് കൊടുക്കേണ്ടതില്ല, ആ കരാർ താൽക്കാലികമായിട്ട് തടയുന്നു എന്നുള്ള മോഡി ഗവൺമെന്റിന്റെ സ്റ്റാൻഡിനെ വിമർശിക്കുകയാണ്. ഇതേ നിലപാട് തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഉത്തരേന്ത്യയിൽ കർഷക സമരത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ തന്നെ അനുയായിയായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ടിക്കായത്ത് പറയുന്നു. ഇതൊക്കെ രാജ്യത്തിന് മാണോ ഇത്തരം ഒരു വേളയിൽ എന്നത് ചർച്ച ചെയ്യപ്പെടണ്ടേ? രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സമയത്ത് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ നിൽക്കേണ്ട ഒരു വേളയിൽ ഇത്തരത്തിലുള്ള ഒരു 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 ദേശവിരുദ്ധം എന്ന് സംശയിക്കേണ്ടുന്ന നിലപാടുകൾ എടുക്കാമോ? അങ്ങനെ ഒരു നിലപാടുകൾ എടുത്താൽ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് അതിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വരണ്ടേ? കോൺഗ്രസ് അതിന് തയ്യാറായോ? അതാണ് നമ്മളെയൊക്കെ നടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ഈ സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP, തിരുവനന്തപുരത്ത് നിന്നുള്ള MP ശശി തരൂർ എടുത്ത ഒരു സ്റ്റാൻഡ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു സെക്യൂരിറ്റി ലാബ്സ് ആർക്കും സംഭവിക്കാം, ഒരു രാജ്യത്തിന്റെയും സുരക്ഷാ സംബന്ധമായ നടപടികൾ ഫുൾ പ്രൂഫ് അല്ല. ന്യൂയോർക്കില് പണ്ട് IS നടത്തിയ ഭീകരാക്രമണമുണ്ട്. അതില് അമേരിക്കയുടെ സുരക്ഷാ സംവിധാനം ചില പോരായ്മ ഉണ്ടായിട്ടാണോ? ഏറ്റവും ഒടുവില് ഇസ്രായേലില് ചെന്നിട്ട് ഹമാസ് ഭീകരവാദികള് കൂട്ടക്കൊല നടത്തിയില്ലേ? ഇസ്രായേലിൽ ലോകത്തെ ഏറ്റവും ശക്തമായ സുരക്ഷാ സംവിധാനമുള്ള രാജ്യമല്ലേ? അവിടെ അത്തരം ഒരു പാളിച്ച ഇസ്രായേലിന് സംഭവിച്ചില്ലേ? അപ്പോ അതൊക്കെ സംഭവിക്കാം, ചില സന്ദർഭത്തിൽ പറ്റിയിട്ടുണ്ടാകാം, അത് പരിശോധിക്കപ്പെടുകയും ചെയ്യണം. പക്ഷെ ഈ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തില് ഈ കാര്യം ഉന്നയിച്ച് രാജ്യത്ത് പ്രതിസന്ധി ഉണ്ടാക്കാൻ, രാജ്യത്ത് ഒരു വിഘടനവാദത്തിന്റെ വിത്ത് പാകാനുള്ള കോൺഗ്രസിന്റെയും ചില കോൺഗ്രസ് നേതാക്കന്മാരുടെയും ശ്രമങ്ങളെ ഗൗരവത്തിൽ കാണണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ രീതിയിൽ ശശി തരൂർ ഇവിടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്ത ഒരു അഭിപ്രായം പറയുന്നു. രാഹുൽ ഗാന്ധിയെ പോലെ സിദ്ധരാമയ്യെ പോലെയുള്ളവരൊക്കെ മറ്റൊരു അഭിപ്രായം പറയുന്നു. കോൺഗ്രസിനകത്ത് തന്നെ ഒരു നിലപാടില്ലായ്മ പലതവണ നമ്മൾ കണ്ടതാണ്. പക്ഷേ രാജ്യം ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ, രാജ്യത്ത് ഒരു ദേശാഭിമാനം നമ്മൾ കാണിക്കേണ്ടുന്ന സമയത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസ് ഈ ചെയ്യുന്നതിനെയാണ് പലരും ചോദ്യം ചെയ്യുന്നത്. ഈ രീതിയിൽ കോൺഗ്രസ് പെരുമാറേണ്ടുന്ന ഒരു സമയമാണോ ഇത്? അല്ല, അത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ്സുകാരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, രാജ്യം ഇത്തരം പ്രതിസന്ധികളിലെ മുമ്പൊക്കെ നേരിട്ടപ്പോഴൊക്കെ രാജ്യത്തെ പ്രതിപക്ഷം സർക്കാരിനൊപ്പം നിന്നിട്ടുണ്ട്. രാജ്യത്തിനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഭരണകൂടത്തിനൊപ്പം നിൽക്കുക എന്നതല്ലേ? ഇതിനു മുമ്പും രാജ്യം പ്രതിസന്ധി നേരിട്ടപ്പോഴൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ, പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാർഗിൽ വാർ ഒരു ഉദാഹരണമാണ്. കാർഗിൽ വാർ അതിന്റെ അവസാന സ്റ്റേജിലേക്ക് കടക്കുമ്പോ ശവപ്പെട്ടി കുംഭകോണം എന്ന് പറഞ്ഞ് നമ്മുടെ സൈന്യത്തിന്റെ നേതൃത്വം നൽകുന്നവരുടെ ഒരു ആത്മവിശ്വാസം തകർക്കാൻ അഴിമതി ആരോപണവുമായിട്ട് വന്നവരാണ് കോൺഗ്രസ്സുകാർ. ഞാൻ ചോദിക്കട്ടെ, അന്ന് കാർഗിൽ യുദ്ധത്തിൽ മരണമടഞ്ഞ സൈനികരുടെ മൃതദേഹം അവരവരുടെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറെ ശവപ്പെട്ടികൾ വാങ്ങിയിരുന്നു സൈന്യം. അതിൽ അഴിമതി എന്ന് പറഞ്ഞിട്ടാണ് ഇവര് രംഗത്ത് വന്നത്. വേറൊരു ആരോപണം അവർക്ക് ഉന്നയിക്കാനുണ്ടായിരുന്നില്ല. എത്ര ശവപ്പെട്ടി വാങ്ങിയിട്ടുണ്ടാകാം? അതിൽ എന്ത് ആരോപണം വരാനുള്ളത്? അതും സൈനിക സംവിധാനത്തിലൂടെയാണ് വാങ്ങിയത്. അതിൽ പോലും ആരോപണം ഉന്നയിച്ച് രാജ്യത്തെ സൈന്യത്തിന്റെ ആത്മവിശ്വാസം തകർക്കാൻ, ആത്മവീര്യം തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അവര് പല ഘട്ടങ്ങളിലും BJPക്ക് എതിരായിരിക്കും, മോഡിക്ക് എതിരായിരിക്കും. പക്ഷെ അതിന്റെ പേരിൽ പാകിസ്ഥാനൊപ്പമോ ചൈനയ്ക്കൊപ്പമോ നിൽക്കാമോ? അതാണ് രാജ്യം ചർച്ച ചെയ്യേണ്ടത്. രാജ്യത്തിന്റെ മുമ്പിലുള്ള ചോദ്യവും അത് തന്നെയാണ്. ഞാൻ ഏറ്റവും അവസാനം ഒന്നുകൂടി പറയുന്നു, ഇപ്പോഴും പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാട് എടുത്തുകൂടാ എന്ന് പരസ്യമായി പറഞ്ഞ സിദ്ധരാമയ്യെ താക്കീത് ചെയ്യാൻ, സൈഫുദ്ദീൻ സോസിനെ തിരുത്താൻ
ഇതുവരെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തയ്യാറായിട്ടില്ല എന്നത് ചെറിയ കാര്യമല്ല. അത് രാജ്യം സശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. തീർച്ചയായും ഈ രീതിയിലൊക്കെ കോൺഗ്രസ് മാറേണ്ടുന്ന സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് ഹരിദാസ് സാറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. ഒന്നുകൂടി ചിന്തിച്ച് രാജ്യം ഒരു എന്താ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്തെങ്കിലും രാജ്യത്തിന്റെ കൂടെ നിൽക്കുക. ഹരിദാസ് സാർ പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ ഭരണകൂടത്തിനൊപ്പം നിൽക്കുക എന്ന് തന്നെയാണ്. ആ ഒരു തിരിച്ചറിവ് കോൺഗ്രസിന് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയേ ഉള്ളൂ. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സോ മച്ച് ഹരിദാസ് സർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.